കാണണം. പ്രഭു, പുറം ലോകത്തിന്റെ സ്പർശമേൽക്കാതെ ആത്മീയമായ വ്രതത്തിലാണ് കുമാരി. ഈ വ്രതം എന്ന് അവസാനിക്കും? അങ്ങ് ഇപ്പോൾ പ്രവേശിക്കുന്നത് വ്രതഭംഗത്തിന് കാരണമാകും. ശരി, മകളുടെ ഭക്തി ഫലിക്കട്ടെ. ധാത്രി, എനിക്കിത് സഹിക്കാനാവുന്നില്ല. ലോകത്തിനു മുന്നിൽ ഞാനൊരു പാപിയാവില്ലേ? ദേവി, ഇത് പാപമല്ല, ഈ ദൈവനിയോഗമാണ്. സമാധാനമായിരിക്കൂ. ബാക്കിയെല്ലാം ഞാൻ നോക്കിക്കൊള്ളാം. ഭഗവാനെ, അങ്ങ് എനിക്ക് ഈ വരം നൽകിയത് എന്നെ അനുഗ്രഹിക്കാനോ അതോ ശിക്ഷിക്കാനോ? അങ്ങയുടെ തേജസ്സുള്ളൊരു മകൻ പിറന്നാലും അവനെ സ്വന്തമെന്ന് വിളിക്കാൻ പോലും ആകാത്ത ഹതഭാഗ്യായി തീരുമല്ലോ ഞാൻ. നിന്റെ ഓരോ തുടിപ്പും ഞാൻ അറിയുന്നുണ്ട് മകനെ. നിന്നെ നെഞ്ചോട്ട് ചേർത്ത് താരാട്ട് പാടാൻ ഈ അമ്മ കൊതിക്കുന്നുണ്ട്. പക്ഷേ നിന്റെ ജനനത്തിന് ശേഷമുള്ള നാളുകൾ ഓർക്കുമ്പോൾ എന്റെ നെഞ്ചു പൊള്ളുന്നു. ഈ ലോകം ഇതറിഞ്ഞ എന്റെ നെറ്റിയിൽ അപരാധി എന്ന കറിമുദ്ര ചാർത്തും. നിമിഷ നേരം കൊണ്ട് എന്റെ പിതാവിന്റെ അന്തസ്സും ഈ വംശത്തിന്റെ മഹിമയും രാജ്യത്തിന്റെ കീർത്തിയും എരിഞ്ഞു തീരും. ദേവി, ധൈര്യം കൈവിടരുത്. നിന്നെ ഉപേക്ഷിക്കാൻ എനിക്ക് കഴിയില്ല. പക്ഷേ നിന്നെ വളർത്താൻ ഈ ലോകം എന്നെ അനുവദിക്കില്ല.